ഫുട്ബോളിൽ നിന്ന് വിരമിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ലെന്ന അർജന്റീൻ നായകൻ ലയണൽ മെസ്സി. ബിഗ് ടൈം എന്ന സൗദി പോഡ്കാസ്റ്റ് ചാനലിൽ പ്രമുഖ ഈജിപ്ഷ്യൻ മാധ്യമ പ്രവർത്തകൻ അംർ അൽ അദീബിന്റെ അഭിമുഖ പരിപാടിയിലാണ് മെസ്സി മനസ്സ് തുറന്നത്. വിരമിക്കുന്നതിനെക്കുറിച്ച് താൻ ആലോചിക്കുന്നില്ലെന്ന് സംഭാഷണത്തിനിടെ മെസ്സി വ്യക്തമാക്കി. എനിക്ക് നന്നായി കളിക്കാൻ കഴിയില്ലെന്നും ടീമിന് ഞാൻ പ്രയോജനം നൽകുന്നില്ലെന്നും എനിക്ക് ബോധ്യപ്പെടുന്ന നിമിഷം ഞാൻ ബൂട്ടഴിക്കും. എന്നെ തന്നെ വിമർശിക്കാൻ മിടുക്കനായ വ്യക്തിയാണ് ഞാൻ. എപ്പോൾ ഞാൻ നല്ലവനാകുന്നു, എപ്പോൾ നന്നായി കളിക്കുന്നു, എപ്പോൾ ചീത്തയാകുന്നു എന്നതെല്ലാം എനിക്കറിയാൻ കഴിയും. നടപടി സ്വീകരിക്കേണ്ട സമയമായി എന്ന് എനിക്ക് തോന്നുമ്പോൾ ഞാൻ രണ്ടാമതൊന്ന് ചിന്തിക്കാതെ അത് ചെയ്യും. എനിക്ക് സുഖം തോന്നുന്നിടത്തോളം ഞാൻ എപ്പോഴും മത്സരത്തിൽ തുടരാൻ ശ്രമിക്കും. കാരണം അതാണ് താൻ ഇഷ്ടപ്പെടുന്നതെന്നും മെസ്സി പറഞ്ഞു. വ്യക്തിപരമായ പല കാര്യങ്ങളും ഈ സുദീർഘ അഭിമുഖത്തിൽ മെസ്സി വെളിപ്പെടുത്തി. എല്ലാത്തരം സംഗീതവും ഇഷ്ടമാണ്, പക്ഷേ സംഗീതോപകരണങ്ങൾ വായിക്കാനോ പാടാനോ കഴിയില്ല എന്നാണ് വിഷമിപ്പിക്കുന്ന കാര്യം. കൃത്യമായ ഒരു സന്ദർഭം ചൂണ്ടിക്കാണിക്കാൻ പ്രയാസമാണെങ്കിലും സങ്കടകരമായ ഒരു കാര്യമുണ്ടായാൽ താൻ കരയും. വളരെ വൈകാരികതയുള്ള ഹൃദയ ദൗർബല്യമുള്ള വ്യക്തിയാണെന്നും കരയിപ്പിക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. കുടുംബത്തോടൊപ്പം എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്ന ചോദ്യത്തിന് മെസ്സിയുടെ മറുപടി ഇങ്ങനെ: കുടുംബത്തിന് എപ്പോഴും സമയമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോടും ഭാര്യയോടും ഒപ്പം ജീവിതത്തിലെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. കുട്ടികളോടൊപ്പം ഫുട്ബോൾ വീഡിയോ ഗെയിമുകൾ കളിക്കുന്നു. അടുത്തിടെ ഗെയിം ഓഫ് ത്രോൺസ് എന്ന വെബ് സീരീസ് കണ്ടെന്നും വളരെയധികം ഇഷ്ടമായതിനാൽ ഒന്നിലധികം തവണ കണ്ടുവെന്നും ഇഷ്ടപ്പെടുന്ന സിനിമകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി മെസ്സി പറഞ്ഞു. സൗദി ടൂറിസം അംബാസഡറായ മെസ്സി നിരവധി തവണ സൗദി അറേബ്യ സന്ദർശിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ഇന്റർ മയാമിക്കൊപ്പം വന്ന് വീണ്ടും കളിക്കാനായി കാത്തിരിക്കുന്നു. ഈ സ്നേഹമെല്ലാം ആസ്വദിക്കുന്നത് തുടരും. തന്നെ സ്നേഹിക്കുകയും ഇപ്പോഴും എന്നെ പിന്തുടരുകയും ചെയ്യുന്ന എല്ലാ ആളുകളോടും താൻ എപ്പോഴും നന്ദിയുള്ളവനാണെന്നും മെസ്സി പറഞ്ഞു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.